നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസവും ജ്യോതിഷത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അതുപോലെ തന്നെ ഇന്നും നമ്മൾ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു വിശ്വാസിയായ ഒരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ അന്ന് ഞാൻ പറഞ്ഞു അയനം എന്താണെന്ന് പറഞ്ഞു. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം എന്നുള്ള സങ്കല്പമാണ്. ഒരു ദിവസ സങ്കല്പം ആരംഭിക്കുന്നത് രാവിലെ സൂര്യൻ ഉദിക്കുന്നത് തൊട്ട് അടുത്ത ദിവസം സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള 24 മണിക്കൂറാണ് നമ്മുടെ ജ്യോതിഷാചാരപ്രകാരം ഒരു ദിവസം എന്ന് കണക്കാക്കുന്നത്. അപ്പം യഥാർത്ഥത്തിൽ നമുക്ക് അവിടെ ഒരു സംശയം വരും. കാര്യം നമ്മൾ ഫോളോ ചെയ്യുന്ന ക്ലോക്ക് ടൈം എന്ന് പറയുന്നത് 12 to 12 ആണ്. രാത്രി 12 മണി മുതൽ അടുത്ത ദിവസം 12 മണി വരെ. പക്ഷെ അതല്ല നമ്മുടെ ആചാര രീതി എന്ന് പറയുന്നത്. അതല്ല, രാവിലെ സൂര്യോദയം മുതൽ അടുത്ത ദിവസത്തെ സൂര്യോദയം വരെയുള്ള ആ ദൈർഘ്യത്തിനെയാണ് ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ ആ ദിവസത്തിൽ തന്നെ നമ്മൾ അടുത്തത് എന്ന് പറഞ്ഞാൽ ചന്ദ്രനെ ആസ്പദമാക്കിയുള്ളതാണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ചന്ദ്രൻ ഈ രാശിചക്രത്തിൻ്റെ ഏത് ഭാഗത്താണ് നിലകൊള്ളുന്നു എന്നുള്ളത് കണക്കാക്കി ആ രാശിചക്രത്തിനെ 27 നക്ഷത്രങ്ങളായി ഭാഗിച്ചിട്ടുണ്ട്. ആ നക്ഷത്രങ്ങളാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങൾ. അപ്പോൾ അതാത് ദിവസത്തെ ആ പ്രത്യേക സമയത്ത് ചന്ദ്രൻ ഏത് ഭാഗത്താണ് വരുന്നത് അതാണ് നമ്മൾ നക്ഷത്രം എന്ന് കണക്കാക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങൾ വരുന്നത്. പിന്നെ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ തിഥി, അതായത് ചന്ദ്രനും സൂര്യനും തമ്മിലുള്ള ആ ഒരു ദൈർഘ്യം, അതായത് ആ വ്യത്യാസം കണക്കാക്കിയാണ് തിഥികൾ നമ്മൾ കണക്കാക്കുന്നത്. ചന്ദ്രനും സൂര്യനും കൂടെ ഒന്നിച്ചു വരുമ്പോൾ ചന്ദ്രൻ്റെ പൂർണ്ണമായും സൂര്യൻ്റെ ഇതിൽ അകപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ പൂർണ്ണമായി ബലമില്ലാത്ത അവസ്ഥ വരുന്ന അവസ്ഥയാണ് അമാവാസി അല്ലെങ്കിൽ കറുത്ത വാവ് എന്ന് പറയുന്നത്. അപ്പോൾ കറുത്ത വാവിന് പിറ്റേ ദിവസം മുതലാണ് അടുത്ത തിഥി ആരംഭിക്കുന്നത്. ശുക്ലപക്ഷ പ്രഥമ മുതൽ അമാവാസി വരെയുള്ള 30 തിഥികളാണ് നമുക്കുള്ളത്. അത് 30 ഉണ്ട്. അത് വന്നിട്ട് പ്രഥമ ദ്വിതീയ അങ്ങനെ ആവർത്തിച്ച് പൗർണമി വരെ എത്തും. വീണ്ടും അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്തത് പ്രഥമ മുതൽ അമാവാസി വരെയും. അങ്ങനെ 15 30 തിഥികളാണുള്ളത്. ആ തിഥികളിൽ തന്നെ നമ്മൾ ഒരു ശുഭകാര്യം നിർവഹിക്കുന്നതിനായിട്ട് തിഥികളെയാണ് നമ്മൾ നോക്കുന്നത്. നക്ഷത്രം പോലെ തന്നെ പ്രാധാന്യമാണ് തിഥികൾക്കുള്ളത്. ഇപ്പോൾ തിഥികളെ സംബന്ധിച്ചിടത്തോളം അതിൽ ശുഭതിഥികളുണ്ട്, അങ്ങനെ ഉപേക്ഷിക്കേണ്ട ശുഭകാര്യങ്ങൾക്ക് വർജിക്കേണ്ട തിഥികളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാലക്രമേണ ഞാൻ പറഞ്ഞു തരാം ഓരോ ദിവസങ്ങളായിട്ട്. അപ്പോൾ ആദ്യം എല്ലാവരും മനസ്സിലാക്കാനുള്ളതെന്ന് വെച്ചാൽ തിഥികൾ എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ ഈ തിഥികൾ എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചന്ദ്രനും സൂര്യനും തമ്മിലുള്ള ദൈർഘ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തിഥികൾ കണ്ടെത്തുന്നത്. ചന്ദ്രനും സൂര്യനും പരസ്പരം 7 രാശികളിലായിട്ട് വരുമ്പോഴാണ് പൗർണമി ഉണ്ടാകുന്നത്. അപ്പോൾ പൗർണമി വരുമ്പോഴത്തേക്കും ചന്ദ്രന് പൂർണ്ണബലവും ചന്ദ്രൻ പൂർണ്ണബലമായി വരുന്ന തിഥിയാണ് പൗർണമി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണ് തിഥികളെ കണക്കാക്കുന്നത്. പിന്നീട് അടുത്തത് എന്ന് പറയുന്നത് ഈ നക്ഷത്രം തന്നെ നമ്മൾ ഈ ശുഭകാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതും അതിനുപയോഗിക്കാൻ പറ്റാത്തതുമായ നക്ഷത്രങ്ങളുണ്ട്. പിന്നെ അതിനെ പറ്റിയാണ് അടുത്ത പറയുന്നത്. അതായത് ഊൺനാളുകൾ എന്ന് പറഞ്ഞ് ഒരു സെറ്റ് നക്ഷത്രങ്ങളുണ്ട്, 16 നക്ഷത്രങ്ങളുണ്ട്. ആ നക്ഷത്രങ്ങളാണ് നമ്മൾ ശുഭകർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. അതിന് പകരം മറ്റ് 11 നക്ഷത്രങ്ങളുണ്ട്. ആ നക്ഷത്രങ്ങൾ നമ്മൾ ശുഭകാര്യങ്ങൾക്ക് ഉപയോഗിക്കാറില്ല. ഇതൊന്നും തന്നെ ആരും മനസ്സിലാക്കാത്ത കാര്യമാണ്. അപ്പോൾ ഈ ഊൺനാൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പുതിയതായി ജനിക്കുന്ന കുട്ടികൾക്ക് ആദ്യത്തെ അന്നപ്രാശം നടത്തുന്ന അതിനുപയോഗിക്കുന്ന നാളിനെയാണ് ഊൺനാൾ എന്ന് പറയുന്നത്. പക്ഷേ എന്തോ ഒരു ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരാൾ തന്നെ അങ്ങനെ ഊൺനാൾ നോക്കിയല്ല കുട്ടികൾക്ക് ചോറ് കൊടുക്കുന്ന കാര്യം. ഇപ്പോൾ നമ്മൾ ഗുരുവായൂർ കൊണ്ടുപോകും, അല്ലെങ്കിൽ ആറ്റുകാൽ ക്ഷേത്രത്തിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കൊണ്ടുപോകും. നമ്മൾക്ക് സൗകര്യപ്രദമായ ഒരു ദിവസമാണ് നമ്മൾ ഊണ് കൊടുക്കുന്നത്. പക്ഷേ അതല്ല അതിൻ്റെ ശരിയായ രീതി. ഊൺനാളുകൾ ആചാര്യം പറഞ്ഞിട്ടുണ്ട്. ഊൺനാളുകളിൽ വേണം ചോറൂണ് ആദ്യമായി കുട്ടിക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഊൺനാളുകളായിട്ട് വരുന്ന ദിവസങ്ങളാണ് നമ്മൾ ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ തിഥികളിൽ തന്നെ വളരെ നമ്മൾ ഇതായിട്ട് അതായത് നമ്മൾ ഈ മുഹൂർത്ത അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനേ പാടില്ലാത്ത തിഥികളുണ്ട്. അതായത് ചതുർത്ഥി, അഷ്ടമി, നവമി,
ചതുർദശി, അമാവാസി മുതലായ തിഥികൾ നമ്മൾ സാധാരണ ശുഭകാര്യങ്ങൾക്ക്, നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ തന്നെ സാധാരണ ഉപയോഗിക്കില്ല. അപ്പം അതും എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. കാരണം ഇതൊക്കെ പണ്ട് എല്ലാ വീടുകളിലും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടോ നമ്മൾ അതൊക്കെ വിട്ടുപോയി. നമ്മൾ ഈ മോഡേണൈസേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ മനസ്സിലാക്കേണ്ട നല്ല കാര്യങ്ങൾ പോലും നമ്മൾ മനസ്സിലാക്കാതെ വിട്ടുപോകുന്ന ഒരവസ്ഥയാണ് ഇന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഈ പഞ്ചാംഗം ഒരു വീട്ടിൽ മസ്റ്റാണ്. ഒരു പഞ്ചാംഗം നമ്മൾ കൈവശം വച്ചിരുന്നാൽ നമ്മൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഒരു കാര്യത്തിന് അല്ലെങ്കിൽ ഒരു നല്ല കാര്യത്തിന് പോകാൻ ഇന്ന് നല്ല ദിവസമാണോ എന്ന് നമുക്ക് തന്നെ കണ്ടെത്താൻ കഴിയും. അപ്പോൾ അതിനുപയോഗപ്രദമാകുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അതായത് നക്ഷത്രം, തിഥി, ഈ 2 കാര്യങ്ങളും എല്ലാവരും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇതിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഇതിൽ തന്നെ ചോദിക്കാവുന്നതാണ്. അതുപോലെ ഈ ഞാനിടുന്ന വീഡിയോകൾ എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഇതേപോലെ ഈ ചെറിയ നമ്മളെ നാട്ടിൽ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ പറയുന്നത്. ഇതൊന്നും അറിയാത്തത് കൊണ്ടാണ് നമ്മൾ പലരുടെയും പറ്റിപ്പുകളിലും വന്ന് ചെന്ന് പെടുന്നത്. അതുകൊണ്ട് ഇതെല്ലാവരും മനസ്സിലാക്കാനായി ശ്രമിക്കുക. ഈ ചെറിയ കാര്യങ്ങളായിട്ടാണ് ഞാൻ പറയുന്നത്, ചെറിയ ദൈർഘ്യത്തിലാണ്. അതെല്ലാവർക്കും അത് കേൾക്കാം, വീണ്ടും കേട്ട് അത് മനസ്സിലാക്കാനായി ശ്രമിക്കുക. അതുപോലെ പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അത്തരത്തിൽ ഈ നല്ല കാര്യങ്ങൾ മറ്റുള്ള നമ്മുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും എല്ലാം അറിയിക്കുവാനുമായിട്ടുള്ള ഒരു അവസരമായി ഇതിനെ എടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.